ഹായ്, നമസ്കാരം. ടൂൾസ് മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് CM4S എന്ന് പറഞ്ഞ കട്ടറിൽ നമ്മൾ മരപ്പണിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം സെറ്റ് ചെയ്യുന്ന വീഡിയോ എന്ന് ചെയ്യുമ്പോൾ, അതായത് നോർമൽ കട്ടറിൻ്റെ ബെഡ് ഈ കാണുന്ന പോലത്തെ ബെഡ് കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ ഇത് 10 സെൻറ്റിമീറ്ററിൻ്റെ ഫ്ലാറ്റാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരുന്നത്. ഈ ഫ്ലാറ്റ് നമ്മൾ 8 ഇഞ്ചിൻ്റെ ഫ്ലാറ്റ് ഫിറ്റ് ചെയ്യാൻ വീണു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ മാറ്റാം, എങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഇത് പെട്ടെന്നൊന്നും അങ്ങനെ വിട്ടുപോരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലോക്കാണ്, അത് പ്രസ്സിങ് ലോക്കാണ് വന്നേക്കുന്നത്. ലോക്ക് നമ്മൾ കട്ട് ചെയ്ത് പിടിച്ചല്ല, എന്നിട്ട് ഈ കാണുന്ന ഫ്ലാറ്റ് ഊരി മാറ്റുക. ഈ ഫ്ലാറ്റ് നമ്മൾ കട്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇത് കളയണം, ഇത് നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബിറ്റിനെ ഇവിടെ നിന്ന് ഊരി മാറ്റണം. അപ്പോൾ നമ്മൾ ഈ ആണി അടിച്ച് കളഞ്ഞിട്ട് ഇവിടെ നെട്ടും ബോൾട്ട് മുറുക്കാനുള്ള പരിപാടിയാണ്. ഈ പീസ് ഇവിടെ കൊള്ളിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് അടിച്ച് കളയാം. അപ്പോൾ ഹോള് കറക്റ്റായിട്ട് ഹോളായി കഴിഞ്ഞ് ഇനി നമുക്ക് അതിനകത്തൊരു നെട്ടും ബോൾട്ട് മുറുക്കാനുള്ള ഒരു സെറ്റപ്പിൽ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഇതിനകത്ത് കയറുന്നുണ്ടോ എന്ന് നോക്കണം. ഈ ഗ്യാപ്പ് ഇതിനകത്ത് കയറുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ഈ പുതിയ ബെഡിൻ്റെ, അതായത് പുതിയ ഫ്ലാറ്റിൻ്റെ ഈ സ്റ്റോപ്പർ അഡ്ജസ്റ്റർ ഇത് നമുക്ക് നിവർത്താം. കാരണം ഇത് കമ്പനി വരുമ്പോൾ ഇങ്ങനെ ചളക്കി വെച്ചാൽ വരാറ്. അത് കറക്റ്റായിട്ട് നമുക്ക് പ്ലെയർ വെച്ചിട്ട് നിവർത്തി കറക്റ്റ് ചെയ്യണം. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് മടക്കിയിട്ടുണ്ട്. ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം. അപ്പം ഈ നെട്ട് ഇടത്തോട്ടായിരിക്കുള്ളൂ ഇതിൻ്റെ തിരിവൻ്റെത്. ഇടത്തോട്ട് അഴിക്കുമ്പോൾ മുറുകലും മുറുക്കണോടത്തോട്ട് അഴിയലും ആയിരിക്കും. അപ്പോൾ നമുക്ക് അഴിക്കാനാണ്. അപ്പം വലത്തോട്ട് മുറുക്കണോട്ട് കാണിച്ചാൽ അഴിഞ്ഞു വരും. ഓക്കെ, അഴിഞ്ഞു വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിനകത്ത് കയറ്റാം. ഇതിനകത്ത് ഇങ്ങനെ വെക്കുക. സെറ്റായിട്ടുണ്ട് സംഭവം. പിന്നെ നമുക്ക് ഇവിടെ നെട്ടും ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യണം. ഈ കാണുന്ന പോർഷനിൽ നെട്ടും ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാം. നെട്ടും ബോൾട്ട് ഇടുന്നതിനേക്കാൾ മുമ്പ് നമുക്കൊരു പണി ഇത് അനങ്ങാതിരിക്കാൻ വേണ്ടി ഈ സാധനം ഇവിടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ടൈറ്റ് ചെയ്ത് നോക്കുമ്പോൾ അനങ്ങാണ്ട് അങ്ങാടി കടി ഇരുന്നോളും. വാഷ് ഇടുക, അതുപോലെ തന്നെ ഈ നെട്ടിട്ടാണ് മുറുക്കാവും. അപ്പം നമ്മൾ ഇതിവിടെ കറക്റ്റായിട്ട് കയറ്റിയിട്ടുണ്ട്. അകത്തൂടെ ലോക്കും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു നെട്ടും ബോൾട്ടുമാണ് നമുക്ക് വേണ്ടത്. നെട്ടും ബോൾട്ടും വന്നേക്കണത് ഇത് 8-ൻ്റെ നെട്ടും ബോൾട്ടുമാണ്. അതിൽ ഈ കാണുന്ന നട്ട് 2 വേണം. കാരണം ചെക്കായിട്ടിട്ട് മുറുക്കണം, അല്ലെങ്കിൽ എപ്പോഴും അഴിഞ്ഞു പോകും. ചെക്ക് മുറുക്കണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു നെട്ട് ഇടുക, രണ്ടാമത്തെ നെട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഇത് അഴിഞ്ഞു പോകില്ല, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഴിഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ ഇത് അങ്ങോട്ട് കയറ്റാൽ മതി. അതിനകത്ത് ഞാൻ വാഷൊന്നും ഇടുന്നില്ല, നേരെ തന്നെ കയറ്റാണ്. നീളം ഏതാണ്ട് ഒരു 1.5 ഇഞ്ച് നീളമുണ്ട് കേട്ടോ. കറക്റ്റ് ഹോളിൽ കൂടെ അങ്ങോട്ട് കയറ്റുക. അതായത് ഇപ്പുറം വരും. ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 നെട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാം. ഇതാ ഇവിടെ നമ്മൾ ചെക്ക് നെട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തേക്കാണ്. അതിന് ചെറിയ നെട്ടും ബോൾട്ട്. ഇനി ഇതിൻ്റെ ഷെയ്ക്കുകൾ ഇങ്ങനെ വന്നത് നമ്മൾ അതിൻ്റെ പൊസിഷൻ വെച്ചിട്ട് ഇവിടെ ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്താലേ ആ ഇളക്കങ്ങളൊക്കെ മാറുള്ളൂ. ഞാനിപ്പോൾ ഒരു ടെമ്പറിൻ്റെ ഒരു ഉദ്ദേശം നോക്കിയിട്ട് ഇത് മുറുക്കുകയാണ്.
അപ്പോൾ ചെറിയ സ്പാനർ ഇട്ട് ഇത് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ചെക്കടിച്ച് മുറുക്കുക. ചക്കടിച്ച് മുറുക്കണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങോട്ട് മുറുക്കി ഇതുമ്മ അനക്കാണ്ട് പിടിക്കുക. ഇപ്പുറത്തെ നെട്ട് ഈ നെട്ട് നമ്മൾ മുറുക്കുക. മുറുക്കി കഴിയുമ്പോഴേക്കും ആ നെട്ടുകൾ തമ്മിൽ അങ്ങോട്ട് ടൈറ്റാവും. അതാണ് ചെക്ക് നെട്ട് എന്ന് പറഞ്ഞാൽ. മുറിയേക്ക് നമുക്ക് ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫ്ലെക്സിബിൾ ആവണ്ടെന്ന് നോക്കണം. ജസ്റ്റ് നമ്മുടെ ബെഡ് സ്റ്റോപ്പർ, ഈ ബെഡ് സ്റ്റോപ്പർ ഒന്ന് ലൂസ് ചെയ്യുക. അങ്ങോട്ടും ജസ്റ്റ് ഒന്ന് നനക്കുക. ഭയങ്കര ലൂസ് ആവണമെന്നില്ല, ഒരു മിനിമം ടൈറ്റിൽ ആക്കണത്. ഓക്കെ, അങ്ങനെ ഉണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവം കൂടി ഉണ്ട് ഇതിനകത്ത്. മെയിൻ സംഭവം ഇനി നമ്മളിതിനകത്ത് ബ്ലേഡ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഈ പുറവും ഈ ബ്ലേഡും തമ്മിൽ അലൈൻമെൻറ്റ് കറക്റ്റാണോ എന്ന് നോക്കണം. കാരണം ഇതുമ്മൽ ആണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യണം വെച്ചാൽ ആദ്യം തന്നെ ഈ നെട്ട് വെള്ള സ്റ്റോപ്പർ നമ്മൾ ഊരി മാറ്റുകയാണ്. നമ്മൾ തമ്മിലൊരു 5 ഇഞ്ചിൻ്റെ ബ്ലേഡ്, നോർമൽ ബ്ലേഡ് ഇട്ടാൽ മുറുക്കിയാലേ ഇതിൻ്റെ ബെഡിൻ്റെ അലൈൻമെൻറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നോർമലി നമുക്കൊരു നെട്ട് തരാം, ഒരു ബ്ലേഡ് ഇട്ട് മുറുക്കുക. ഒരുമാതിരി നല്ല ബ്ലേഡ് ആയിരിക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ അലൈൻ ചെയ്യണത് ആ ഒരു ബ്ലേഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, മുറുക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഫ്ലാറ്റിൻ്റെ ഫ്ലാറ്റ് മുട്ടിച്ച് പിടിക്കുക. എന്നിട്ട് ഈ ഫ്ലാറ്റ് ഇവിടെ ഇത് വെച്ച് ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടൈറ്റ് ചെയ്ത് വെക്കുക. ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മളൊരു ടേപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ഈ മെഷറിങ് ഇവിടെ നിന്നുള്ള മെഷറിങ്ങും ഈക്വലാണോ എന്ന് നോക്കണം. ഇങ്ങനെ മുട്ടിച്ച് നോക്കണേ. വെർനീർ വേണമെങ്കിൽ വെർനീർ നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നോർമലി ഇങ്ങനെ നോക്കിയാലും. ഇതിപ്പോൾ 16.5 സെൻറ്റിമീറ്റർ, ഇതും 16.5 സെൻറ്റിമീറ്റർ കറക്റ്റാണ് ഈ സംഭവം. ഒരു വ്യത്യാസവും ഇതിനകത്തില്ല. ഇതല്ലാണ്ട് നമ്മൾ ഇതിങ്ങനെ കൊളത്തിയിട്ടിട്ട് ഇതിൻ്റെ ടിപ്പിൻ്റെ അളവും ഇവിടുത്തെ ടിപ്പിൻ്റെ അളവും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ഇങ്ങനെ വലിച്ചു പിടിച്ച് നോക്കണം. 16.5 സെൻറ്റിമീറ്റർ കറക്റ്റ് അളവാണ്. അപ്പോൾ ഈ ബെഡ് ഇപ്പോൾ വെച്ചേക്കണ പൊസിഷൻ കറക്റ്റാണ്. ഇത് പൊസിഷൻ കറക്റ്റ് അല്ല എങ്കിൽ നമ്മൾ ഈ കാണുന്ന നെട്ടഴിച്ചിട്ട് ഇവിടെ ഒരു വാഷ് കിടക്കണണ്ട. ഈ വാഷ് ഇതിവിടെ ഒരു വാഷ് എടുപ്പുണ്ട്. ഈ വാഷ് എടുത്ത് അപ്പുറത്തേക്ക് ഇട്ടാൽ ഈ ബെഡ് ഇങ്ങോട്ട് നീങ്ങും. ഈ കാണുന്ന വാഷ് ഇതിങ്ങോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ ഇതെടുത്തിട്ട് അപ്പുറത്തേക്ക് ഇട്ടാൽ ഇതിങ്ങോട്ട് അഡ്ജസ്റ്റബിൾ ആക്കാൻ പറ്റും. അങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഈ വാഷുമ്മൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മില്ലിക്കൊക്കെ വ്യത്യാസം ഉള്ളെന്നുണ്ടെങ്കിൽ പേപ്പർ എണ്ണത്തിനുള്ള ഒരു നൈസ് കനമുള്ള വാഷുകൾ അപ്പുറവും ഇപ്പുറവും ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതാണിപ്പോൾ നമ്മൾ നോക്കിയത്. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ ഇത് കറക്റ്റാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാനുള്ള ഇത് ഉപയോഗിക്കണം. ഇനി ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ നേരത്ത് ഫ്ലാറ്റ് വലുതായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ സ്റ്റോപ്പർ ഇവിടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി സ്റ്റോപ്പറിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോപ്പർ നമ്മൾ ഇവിടെ കൊള്ളിക്കണം. ഇവിടെ ഇങ്ങനെ കൊള്ളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കൊള്ളിച്ച് കഴിഞ്ഞാൽ ഇത് ഈ ബ്ലേഡുമേന്ന് ഈക്വലായിട്ട് നമ്മൾ ഈ സാധനം കറക്റ്റ് ചെയ്ത് കൊള്ളിക്കണം. ഇത് 10 സെൻറ്റിമീറ്റർ ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റാക്കി 10 സെൻറ്റിമീറ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ കൊള്ളിക്കുക. നമ്മളിത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെച്ചത് ഏതാണോ നമ്മൾ വെച്ച അളവ് ആ അളവിന് ഇതിന് മുറിയും. നമ്മുടെ ഇഷ്ടം ഏതാണ് നമ്മുടെ വേണ്ട അളവെന്ന് വെച്ചാൽ ആ അളവിൽ ഇത് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട
ഈ എഡ്ജിമ്മ ഇതിങ്ങനെ സ്റ്റോപ്പറായിട്ട് വരും തട. ഈ തടക്ക് ഇത് പിടിച്ചാൽ ഈ കാണുന്ന പീസ് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ അത് 9.5 സെൻറ്റിമീറ്റർ ആയിക്കോളൂ ഈ വന്നത്. അങ്ങനെയാണ് ഇത് മുറിച്ചെടുക്കുന്നത്. ഇതിപ്പം ടെസ്റ്റ് അടിക്കാൻ വേണ്ടി കാണിച്ചത്, നീ കാണിക്കണില്ല. മുറിച്ച് വേണമെങ്കിൽ കാണിക്കണമെങ്കിൽ കാണിക്കാം. ജസ്റ്റ് ഒന്ന് ഓണാക്കി നോട്ടേട്ടാ. അപ്പോൾ നമ്മൾ മാർബിൾ കട്ടറുമ്പിൽ 8 ഇഞ്ചിൻ്റെ ഫ്ലാറ്റ് പിടിപ്പിക്കണം. അതായത് ബെഡ്, പഴയ ആൾക്കാർ ബെഡ് എന്ന് പറയും, പുതിയ ആൾക്കാരൊക്കെ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലാറ്റ് പിടിപ്പിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അളവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ മെഷർ ചെയ്യുന്ന സംഭവങ്ങളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ബെഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് പറഞ്ഞ് ഈ നെറ്റിൻ്റെ അപ്പുറവും വാഷിട്ട് ചെയ്യണമെന്നുള്ളത്. ഇതിപ്പോൾ പഴയൊരു വിഷയത്തിലാണ് ചെയ്തേക്കണത്. ഇത് എല്ലാവരും പുതിയ വിഷയത്തിലും ചെയ്യുന്നതാണ്. പിന്നെ ഈ ഫ്ലാറ്റിൻ്റെ, അതായത് ഈ ഫ്ലാറ്റിൻ്റെ വില വന്നത് ഏതാണ്ടൊരു 250-200 റേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മരപ്പണിക്കാർക്കാണ് കൂടുതൽ ഉപയോഗം വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർബിള് അങ്ങനെ ടൈൽസുകളും ഇത് ഈ അളവിൽ നമുക്ക് സ്റ്റോപ്പർ അടിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാനിവിടെ നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇനി പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഇതിനകത്ത് പറയാനില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് എല്ലാവർക്കും ബൈ.